ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹസ്രാരയിലേക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മന്ത്ലി പ്രഡിക്ഷൻ ആണ്. ഈ പ്രഡിക്ഷൻസിൽ നിങ്ങളുടെ ലവ്, മാരേജ്, റിലേഷൻഷിപ്പ്, ഫൈനാൻസ്, കരിയർ, ഹെൽത്ത് പ്രഡിക്ഷൻസ് ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു പുതിയ വീഡിയോയുടെ തുടക്കമാണിത്. സോ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഫയർ സോഡിയക് സൈൻ, അതായത് ഏരീസ്, ലിയോ, സജിറ്റേരിയസ്, അങ്ങനെ 3 സോഡിയക് സൈൻസിൻ്റെ മന്ത്ലി പ്രഡിക്ഷൻ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫയർ സോഡിയക് സൈൻസിൻ്റെ മന്ത്ലി കളക്റ്റീവായിട്ട് പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പ്രഡിക്ഷൻ ചിലപ്പോൾ റെസനേറ്റ് ചെയ്യാം, റെസനേറ്റ് ചെയ്യാതിരിക്കാം. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ്, ലവ് ഓർ മാരീഡ് റിലേഷൻഷിപ്പിൻ്റെ പ്രഡിക്ഷനാണ്. ലവ് ഓർ മാരേജ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന 2 ഓഫ് വോൺസ് ആണ്. 2 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ പലരും സെക്കൻഡ് ഓപ്ഷൻ നിങ്ങളുടെ മാരേജിൽ അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ ചിലരൊക്കെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വേറെ ചിലരാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നതിനെ പറ്റിയുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷൻസും അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് പോകുന്നതായിട്ടാണ് ചിലരുടെ ഒരു കാര്യത്തിൽ കാണുന്നത്. സോ അതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും. സോ അത്രയും ദൂരം ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ ഒരു ജേണിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരിക്കും. സോ മൊത്തത്തിൽ നിങ്ങളൊരു പ്ലാനിങ്ങും പ്രിപ്പറേഷനോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരൊക്കെ ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് കഴിയുന്ന ആൾക്കാരുണ്ടാവും. സോ അവരൊക്കെ മറ്റൊരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചൂസ് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ അതാണ് എനിക്ക് ഈ 2 ഓഫ് വോൺസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വളരെ പേഷ്യൻസോടെ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സെപ്റ്റംബർ മന്ത്. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ആയി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിനെ പറ്റി ഇങ്ങനെ തിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പ്ലാനിങ്, അങ്ങനെ പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി മെയിനായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. സോ ഫയർ സോഡിയക് സൈൻ നിങ്ങൾക്ക് ഫൈനാൻസിൽ വന്നിരിക്കുന്ന കാർഡ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് സെപ്റ്റംബർ മന്തിലെ 8 ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. 8 ഓഫ് കോയിൻസ് ആക്ച്വലി നിങ്ങളുടെ സെപ്റ്റംബർ മന്ത് ഫൈനാൻസ് കുറച്ചൊരു സ്ട്രഗിളിലൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഫൈനാൻസ് മാനേജ് ചെയ്യാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പല വഴികളിലൂടെയും നിങ്ങളുടെ മണി സേവ് ചെയ്യാനും കളക്ട് ചെയ്യാനോ ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചെലവ് ചുരുക്കാൻ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്താ പറയുക, അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത്. അതായത് മണി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പോകാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ കയ്യിൽ കുറവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ഫൈനാൻഷ്യലി കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ആയിരിക്കും ഈ ഒരു സെപ്റ്റംബർ മന്ത് ഓവറോൾ. ഓക്കെ, ഫയർ സോഡിയക് സൈൻ. സോ മണി ഉണ്ടാക്കുന്നതിലേക്ക് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, അല്ലെങ്കിൽ മോസ്റ്റ്ലി കരിയർ തന്നെ ആയിക്കോട്ടെ, കരിയറിൽ നിങ്ങൾ നിങ്ങളുടെ മണി സേവ് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നു. മണി ഉണ്ടാക്കാൻ മീൻസ് മണി എന്താ പറയുക, കളക്ട് ചെയ്യാൻ, കൺസർവ് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നത് ഒരു എനർജിയാണ് മെയിനായിട്ട് കാണുന്നത്. അതായത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആക്ച്വലി നിങ്ങളുടെ ഹാർഡ്ഷിപ്പാണ് എനിക്ക് മോസ്റ്റ്ലി ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നിങ്ങൾ അതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫയർ സോഡിയക് സൈൻ ഫൈനാൻഷ്യലി കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡാണ്. സോ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രിഡിക്ഷനിൽ വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കരിയർ പ്രിഡിക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കരിയർ പ്രിഡിക്ഷനിലെ കാർഡ് എന്താണ് നിങ്ങൾക്ക് വന്നതെന്ന് നോക്കാം.
ഫയർ സോഡിയക് സൈൻ നിങ്ങൾക്ക് കരിയറിൽ വന്നിരിക്കുന്ന കാർഡും ഫയർ എനർജി തന്നെയാണ്. ക്യൂൻ ഓഫ് വോൺസ് ആണ്. സോ കരിയറിൽ പറയാമല്ലോ വെരി ബെസ്റ്റ് പീരീഡ് ആണ് ആക്ച്വലി. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ ടാലൻറ്റും ഒക്കെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പീരീഡ് ആയിരിക്കും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സമയം കൂടെയാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. സ്റ്റഡീസിലായിക്കോട്ടെ, പഠിക്കുന്നവരാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പീരീഡ് വെരി പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ സച്ച് എ ടാലൻറ്റഡ് വുമൺ. അതാണ് ആ ഒരു ഫുൾ ഗ്രോത്തും പവർ, പൊസിഷൻ, എന്താ പറയുക, റെസ്പെക്റ്റ്, ഇതെല്ലാം ഉള്ളൊരു പീരീഡ് ആയിരിക്കും ഈ ഒരു സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക്. ഓക്കെ, എത്രത്തോളം നിങ്ങൾ ആക്റ്റീവാണ്, എത്രത്തോളം നിങ്ങൾ എന്താ പറയുക പാഷനേറ്റ് ആണ് നിങ്ങളുടെ കരിയറിൽ, അതാണ് മെയിനായിട്ട് എനിക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്യൂൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കരിയർ ആസ്വദിക്കുക എന്ന് പറയില്ലേ, അത് ആസ്വദിച്ച് ചെയ്യുക, നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ളൊരു പീരീഡ് ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജോബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റഡീസ് ആയിക്കോട്ടെ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പീരീഡ് ആയിരിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളെ എന്താ പറയുക അംഗീകരിക്കുന്ന, അപ്രിഷ്യേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു പീരീഡ് കൂടെ ആയിരിക്കും. പലർക്കും വലിയ വലിയ പൊസിഷൻസ്, 2 ലൈൻസ് രണ്ട് സൈഡിലും ഇരിക്കുന്ന പിക്ചേഴ്സ് കണ്ടില്ലേ. സോ പലർക്കും പൊസിഷൻസ്, പ്രൊമോഷൻസ്, പവർ, ഇതുപോലുള്ള റിക്കഗ്നിഷൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സീരിയസ്ലി കരിയറിൽ വെരി പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് ഫയർ സോഡിയക് സൈൻ. സോ ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, നിങ്ങൾക്ക് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള പീരീഡാണ് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, അടുത്ത് നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾക്ക് എന്ത് കാർഡാണ് വന്നതെന്ന് നോക്കാം. ഹെൽത്തിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളുടെ ഹെൽത്ത് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണുന്നില്ല. ചില ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. മോസ്റ്റ്ലി ഇമോഷണൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഐ മീൻ മെൻ്റൽ ഹെൽത്താണ് കൂടുതലും നിങ്ങളെ ഇതിൽ ബാധിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആകാം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത്. ഞാനിവിടെ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, ഹാപ്പി അല്ല. ചിലപ്പോൾ നിങ്ങൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. സോ അതായിരിക്കും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിങ്ങൾ ഹാപ്പി അല്ല, പക്ഷെ മറ്റൊന്നിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് വരുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ, നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കിട്ടുന്നില്ല, അങ്ങനെ ഒരു മെൻ്റൽ ഡിസാറ്റിസ്ഫാക്ഷൻ എനർജി ഇതിൽ മോസ്റ്റ്ലി കാണുന്നുണ്ട്. ഓക്കെ, പലരും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. സോ ഹെൽത്ത് വൈസ് ഒരുപാട് ശ്രദ്ധിക്കേണ്ട പീരീഡാണ് സെപ്റ്റംബർ മന്ത്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ അത്ര പോസിറ്റീവായിട്ടുള്ള എനർജി ഒന്നും കാണുന്നില്ല. കുറച്ച് നെഗറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് കാണുന്നത്. സോ എന്താ പറയുക, കുറച്ച് മെൻ്റലി കുറച്ച് കാം ഡൗൺ ആവുക, മെഡിറ്റേഷൻ ചെയ്യുക, ഹാർട്ട് ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുക. അതൊരുപാട് പീസ്ഫുൾ എൻവിറോൺമെൻറ്റ്. പേഴ്സണൽ ലൈഫിൽ ചില ഇഷ്യൂസിനെ കുറിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഓവർ തിങ്കിങ് പോസിബിലിറ്റീസ് ഒന്ന് കുറച്ചാൽ ഹെൽത്തി ആയി പോകാൻ സാധിക്കും. ഫിസിക്കലി അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല. മെൻ്റൽ ഹെൽത്താണ് ഇവിടെ പ്രശ്നം കാണുന്നത്. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഫയർ സോഡിയക് സൈൻസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പ്രഡിക്ഷൻസ്, പേഴ്സണൽ ലൈഫ്, കരിയർ, മണി, ഹെൽത്ത് പ്രഡിക്ഷൻസ്. താങ്ക് യു.